പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ഉർവശി സിനിമാ രംഗത്ത് സജീവമാണ്. ഒന്നിനു പിറകെ ഒന്നായി നടിയുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. മലയാളത്തിലും തമിഴിലും നടി സിനിമകൾ ചെയ്യുന്നുണ്ട്. 80കളിൽ വന്ന നായകന്മാരിൽ ഇന്നും നായിക വേഷം ചെയ്യാൻ കഴിയുന്ന ചിരക്കൻ നടിമാരിൽ ഒരാളാണ് ഉർവശി. അഭിനയ മികവ് കൊണ്ട് കമൽഹാസനെ പോലും അത്ഭുതപ്പെടുത്തിയ പ്രതിഭ. ഉള്ളൊരുക്കിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കഴിഞ്ഞ ദിവസം ഉർവശി ഏറ്റുവാങ്ങിയിരുന്നു. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നടിയാണ് ഉർവശി. കേമ കമ്മിറ്റി റിപ്പോർട്ടിന് ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെല്ലാം ഉർവശി ശക്തമായ തന്റെ അഭിപ്രായം പങ്കുവച്ചു. ഇപ്പോഴത്തെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെ സംസാരിക്കുകയാണ് നടി ഉർവശി. എൽ ജഗദമ്മ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്ത്രീ നിരന്തരം എന്നെ വിളിച്ചു. നിങ്ങളൊരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സെലക്ട് ചെയ്യുന്നവർ മോശമായി എന്നോട് പെരുമാടി. പൈസ ചോദിച്ചപ്പോൾ കൈപിടിച്ചേ തരത്തുള്ളൂ, എന്നെ അഭിനയിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. നേരിട്ട് വരൂ എന്ന് പറഞ്ഞ് നല്ലൊരു സീനും കൊടുത്തു. ഒരു ഡയലോഗ് പോയിട്ട് നേരെ നിൽക്കാൻ പോലും ആ സ്ത്രീക്കറിയില്ല. അപ്പോൾ അസത്യമായ കാര്യം പറയാമല്ലോ. അങ്ങനെയുള്ള സ്ത്രീകളോട് ഇവിടെ ഉണ്ടെങ്കിലും ഉർവശി ചൂണ്ടിക്കാട്ടി. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി ആണ് ഉർവശിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ. ഭർത്താവ് ശിവപ്രസാദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഉള്ളൊഴുക്കാണ് സിനിമയിലെ മലയാളത്തിൽ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഉള്ളൊഴുക്ക്, ജിയെ ബേബി എന്നിവയാണ് അടുത്ത കാലത്ത് ഉർവശിക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്ത സിനിമ. രണ്ട് സിനിമയിലെങ്കിലും വൈകാരികമായി പ്രേക്ഷകരെ തൊട്ട കഥാപാത്രമാണ് ഉർവശി ചെയ്തത്. നടിയുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായ സമയത്ത് അമ്മ സംഘടനയ്ക്ക് ഉർവശി വിമർശിച്ചിരുന്നു. ഒഴിഞ്ഞുമാറലുകൾക്കപ്പുറം വ്യക്തമായ ഒരു മറുപടിയാത്ത സംഘടന നൽകേണ്ടതുണ്ടെന്ന് ഉർവശി പറഞ്ഞു. സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഉർവശി തയ്യാറായി. അതേസമയം സംഘടനയെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഉർവശി തയ്യാറായിട്ടില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്മ സംഘടന ചെയ്യുന്നുണ്ടെന്നും അതൊരു പരിഗണിക്കേണ്ടതാണെന്നും ഉർവശി ചൂണ്ടിക്കാട്ടി. നായികയായി വന്ന കാലത്ത് തനിക്കൊപ്പം വീട്ടുകാരോ സഹായികളോ ഒപ്പം കാണും. ഒറ്റയ്ക്ക് ഷൂട്ടിംഗ് പോയിട്ടേ ഇല്ലെന്നും ഉർവശി ഒരിക്കൽ പറഞ്ഞിരുന്നു.